നമസ്കാരം. ഡോൺ ബറി ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത് ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയുടെ പുരയിടത്തിലാണ്. അദ്ദേഹമാണ് ഈ ഒഴിവു ദിവസങ്ങൾ മോഹൻലാൽ സിനിമയ്ക്കകത്ത് പറഞ്ഞ വിശ്രമവേളകൾ ആനന്ദകരമാക്കൂ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ജൈവ പച്ചക്കറികളും പലതരം കൃഷികളുമൊക്കെ ചെയ്ത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അനിയാണ് അദ്ദേഹത്തിൻ്റെ പച്ചക്കറി കൃഷിയിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എന്താണെന്നും എന്താണ് ഈ ജൈവ പച്ചക്കറി ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, ഈ ബാങ്കിൻ്റെ ജോലി തിരക്കിലും ഈ ഇതുപോലെയുള്ള പച്ചക്കറി ഇടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിവിധതരം പച്ചക്കറി കൃഷികൾ ചെയ്യുവാനുള്ള പ്രേരണ എന്താണെന്നും അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. സാറേ, ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന, മനസ്സറിഞ്ഞ് ചെയ്യുന്ന, ഞാനുൾപ്പെടെയുള്ള അവർക്ക് സഹായങ്ങളും എന്ത് സഹായം ചോദിച്ചാലും മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ എൻ്റെ സുഹൃത്തും കൂടിയായ ശ്രീ ഷൈജു സാറ് ഈ ഒഴിവ് വേളകൾ, അതായത് ബാങ്കിൻ്റെ അവധി ദിവസങ്ങൾ ഇതുപോലെയുള്ള സ്വന്തം പുരയിടത്തിൽ ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാണുണ്ട്. സാറിന് എന്താണ് ഡോൺ ബറി ന്യൂസിനോട് പറയുവാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഡെയിലി നമ്മളൊരു സ്ഥിര ജോലി ചെയ്യുന്നെങ്കിലും അവധി ദിവസം കിട്ടുമ്പോൾ സ്വന്തം പറമ്പിൽ വന്നിട്ട് ലാഭം നോക്കിയല്ല, ഒരു നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികളെ എല്ലാം നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുമ്പോൾ അത് സ്വയമേ വലിയ രാസവളങ്ങളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നല്ലത് കിട്ടുന്നത് നമുക്ക് ഏറ്റവും ഗുണമാണ്. വീട്ടിലാണേലും ചീര, കോവയ്ക്ക ഇതെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ഞാൻ അങ്ങനെ മാസങ്ങൾ പച്ചക്കറി കടകളിൽ നിന്ന് അങ്ങനെ സാധനങ്ങൾ മേടിക്കാറില്ല. പറമ്പിൽ പണിയും പിന്നെ ഒരു രസം, ഒരു നമ്മുടെ ഒരു സംതൃപ്തി. ഒരു എൻ്റെ കൂടെ കൂടാൻ 2-3 പേരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും പറഞ്ഞ് അവരും പണി എൻ്റെ കൂടെ കൂടും. പണി ചെയ്ത് ഞങ്ങൾ അവധി ദിവസങ്ങളിൽ മാത്രം, സെക്കൻഡ് സാറ്റർഡേ എല്ലാ വരുന്ന അവധികളിൽ ഞാൻ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പറമ്പിൽ പണി ചെയ്യുകയാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു പിന്നെ സാറേ, ഇവിടെ ഈ പന്നികളുടെ ശല്യം കൂടാനുള്ള പന്നികളുടെ ഭയങ്കര പന്നി ശല്യമാണ്. കഴിഞ്ഞ ദിവസം പന്നി വന്നു മേളിൽ. പക്ഷേ അത് അങ്ങനെയില്ല. അതിന് നമ്മൾ ഈ ഗിൽറ്റ് പേപ്പറൊക്കെ വെക്കുക, പിന്നെ തുണികൾ വലിച്ചു കിട്ടുക, പ്ലാസ്റ്റിക് ഇട്ട് വെച്ചുകൊണ്ട് ഇതുവരെയുള്ള ശല്യം 6 മാസമായിട്ട് ഇത് ചെയ്തു. പക്ഷേ ഇതുവരെ ഒരു ശല്യം നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് തൊട്ട് മേളിൽ വരെ വന്നിട്ടുണ്ട്. എങ്കിലും ഇത് നമ്മൾ വേലി പോണക്ക് വലിച്ചു കിട്ടിയപ്പോൾ അതിൻ്റേതായ ഒരു, പിന്നെ വലിയ വേലികൾ വെക്കാനുള്ള സാമ്പത്തികമായിട്ട് അങ്ങനെ ചെയ്യേണ്ടെന്നുള്ള ഇതിൽ സാധാരണ ചെയ്യുന്നു. കിട്ടുന്നതല്ല, നമുക്കൊരു കൃഷി ചെയ്യുന്നതിനുള്ളൊരു താല്പര്യം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സാർ മറ്റുള്ള സാറിന് ബാങ്കിൽ ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണെങ്കിലും അല്ലാതെയാണ് കിട്ടുന്നതിൻ്റെ ഒരു വരുമാനം പാവങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അത് മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് വരുന്നവരെ നമ്മൾ സഹായിക്കാന്നുള്ള നമ്മുടെ ഉദ്ദേശമാണ്. ആര് വന്നാലും നമ്മൾ ആരെയും നമ്മളെ ഉപേക്ഷിക്കാറില്ല. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അല്ല വേറെ ഒന്നുമല്ല, നമ്മുടെ പഞ്ചായത്തിൽ ആര് വന്ന് നമ്മുടെ അടുക്കൽ വന്നാലും നമുക്ക് അവരെ സഹായിക്കാൻ ഇന്ന് ഒക്കുമെങ്കിൽ നമ്മൾ മാക്സിമം സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മനസ്സേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനകത്ത് വലിയ ആളായിട്ടൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. സാറിൻ്റെ വൈഫും ബാങ്ക് ജോലിയാണ്. അപ്പോൾ സാറിന് ആനിക്കാട് സർവീസ് ബാങ്കിൽ തൃപ്തനാണ്. അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പറയാം. നല്ല രീതിയിൽ പോകുന്നു. നമുക്ക് ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഫാർമേഴ്സ് സെൻ്ററുണ്ട്, പിന്നെ നീതി മെഡിക്കൽ സ്റ്റോറുണ്ട്, എല്ലാം ഉണ്ട്. ആനിക്കാട് സർവീസ് ബാങ്ക് ജനങ്ങൾക്ക് വേണ്ടി, ആനിക്കാട് ജനങ്ങൾക്ക് നല്ല രീതിയിൽ, നല്ല പ്രയോജന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ഇതിലും ഒരു ബാങ്കിനെ കുറിച്ചോ അല്ല ഒരു രീതിയിൽ അതിന് നമുക്ക് ഏത് കാര്യങ്ങൾക്കും ഇപ്പോൾ ഫാർമേഴ്സ് സെൻ്ററിലാണ് കാർഷിക ഉപകരണങ്ങളെല്ലാം നമ്മൾ നല്ല വിലക്കുറവിൽ തന്നെയാണ് കൊടുക്കുന്നത്. കർഷകർക്ക് ഏത് ആവശ്യത്തിനും ആനിക്കാട് സർവീസ് സഹകരണ ബാങ്ക് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് തരും.
മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷവുമായി ഡോൺ പറ ന്യൂസ് വീണ്ടും കാണുമ്പോൾ നിങ്ങളുടെ സ്വന്തം മനീഷ് അനിക്കാട്, ഡോൺ പറ ന്യൂസ്.